ദാമ്പത്യം. രചനാ സംഭാഷണ മൈഥിലി മിത്ര. ഭാഗം 75. അറിയാം, ഇതായിരുന്നു പെണ്ണ് അടുക്കാതിരിക്കാനുള്ള കാരണമെന്ന്. എന്നാൽ ഇത്രയൊക്കെ അവൾ ചിന്തിച്ചു കൂട്ടിയെന്ന് വെച്ചാൽ നീലിമയുടെയും ദേവികയുടെയും സംഭാഷണത്തിൻ്റെ ഏകദേശ രൂപം ബാൽക്കണിയിൽ നിന്ന് കേട്ട ആദിയുടെ അവസ്ഥ വല്ലാത്തതായിരുന്നു. ഇനി ഈ പെണ്ണ് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടോ എന്തോ. നൂല് കയറ്റാനുള്ളിടത്ത് തൂമ്പ കയറ്റുന്നോളാം. കട്ടിലിൻ്റെ ക്രാസിയിലിരിക്കുന്നവൻ തൊട്ടരികിലായി കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിലൊന്ന് തലോടി വിട്ടു. എൻ്റെ പൊന്നൂസേ, നിൻ്റെ അമ്മ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത ഈ ജന്മം നിനക്കൊരനിയനെയോ അനിയത്തിയോ തരാൻ ഈ അച്ചായെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലടി. ആദി ഒരു ചിരിയോടെ പിറുപിറുത്തു. നീലിമ പറഞ്ഞത് കേട്ട് ഇത്തിരി വെട്ടമെങ്കിലും ആ കുഞ്ഞിത്തലയ്ക്കുള്ളിൽ കയറിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ അവിടെ അമ്മൂമ്മയുടെ പാടിൻ്റെ അല്ല. ശീലിച്ചു പോയ ചില സ്വഭാവങ്ങൾ മാറ്റാൻ പറ്റില്ലെന്ന പോലെ നാവിൻ തുമ്പിൽ വന്നൊരു ചീത്തയെ അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അടക്കി പിടിച്ചു. കാരണം മനസ്സിൽ തെളിഞ്ഞ ദേവികയുടെ രൂപം തന്നെ. ഈ പെണ്ണിത് ഇത്രയ്ക്കൊക്കെ ഉള്ളോ? ഞാൻ എന്താണെന്നും എൻ്റെ പ്രണയം എന്താണെന്നും ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ. എന്നിട്ട് എന്നെ ഈ പെണ്ണ് മനസ്സിലാക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ആലോചിച്ചപ്പോൾ തന്നെ അവനിൽ ചെറിയൊരു സങ്കടവും പിണക്കവും ഉണ്ടായി. ദേവികയുടെ പഴയകാല ജീവിതത്തിലെ വേദനയുടെ നാളുകൾ പൊടുന്നനെ ഓർമ്മ വന്നതും അവൻ ആ പെണ്ണിനോടുള്ള പരിഭവം വെള്ളത്തിൽ വരച്ച വര പോലെ നൊടിയിടയിൽ മാഞ്ഞു പോയിരുന്നു. എങ്ങനെയാടി ഈ കാര്യത്തിൽ നിൻ്റെ പേടി ഞാൻ മാറ്റുന്നത്? ഇനി എങ്ങനെയാടി നിന്നെ ഞാൻ ചേർത്ത് പിടിക്കേണ്ടേ? എന്ത് പറഞ്ഞാലാണ് ഇനി നിൻ്റെ ഉള്ളിലെ പേടിയെ ഞാൻ എടുത്തു കളയുക? കട്ടിലിൽ ചാരിയിരുന്ന് ചിന്തിക്കുന്നവൻ്റെ കൈവിരലുകൾ പരസ്പരം അഴിച്ചും പിരിച്ചും ചെയ്തുകൊണ്ടിരുന്നു. അവനിലെ മാനസിക സംഘർഷങ്ങൾ അത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. അച്ഛേ. ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കട്ടിലിൽ ചമ്രം പടഞ്ഞിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ വിളിയാണ് അവനെ ചിന്തകളിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അച്ഛയുടെ പൊന്നാവ എണീറ്റോ? അവളെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞി കവളിൽ 5-6 ഉമ്മകൾ നൽകിയ ആദി. അച്ഛ ഉങ്ങിയില്ലേ? അവൻ്റെ ചൂടിലേക്ക് മുഖമിട്ടുരുട്ടിക്കൊണ്ട് മെല്ലെ ചോദിച്ചു. ഉറങ്ങിയല്ലോ. അച്ചായ മോളും കെട്ടിപ്പിടിച്ചല്ലേ കിടന്നേ? എന്തേ എൻ്റെ കുഞ്ഞാപ്പി മറന്നുപോയോ? ഞെക്കി പൊട്ടിക്കാൻ തോന്നുന്നൊരു വാത്സല്യം അവനിലപ്പോൾ ഉണ്ടായി. അച്ചായേ, നാളെ കൂളി പോണോ? കുറച്ചു നേരം കഴിഞ്ഞതും പെട്ടെന്നുണ്ടായ ചിന്തയിൽ തത്തമ്മ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി ആദിയെ നോക്കി. പോണ്ടേ? പെണ്ണിൻ്റെ കുറുമ്പ് കണ്ടിട്ട് അവനിൽ ചിരിയായിരുന്നു. മോക്ക് പോകാൻ തോന്നുന്നില്ല അച്ഛേ. വീണ്ടും കൊഞ്ചലോടെയുള്ള ശബ്ദം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എൻ്റെ പൊന്നിന് പഠിക്കണ്ടേ? അവൻ അവളുടെ തലയുടെ പിന്നിലായി തഴുകിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. എന്നെ എൻ്റെ അച്ഛ പഠിപ്പിച്ചാൽ മതി. കുറുമ്പോടെ ആയിരുന്നെങ്കിലും പെണ്ണിൽ ചെറിയൊരു വാശിയും പൊട്ടിമുളച്ചിരുന്നു. മോളുടെ കൂടെ അച്ചായൻ സ്കൂളിലേക്ക് വന്നാലോ? ഇത്തവണ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറുമ്പ് പതിയെ ആദിയിലേക്കും പടർന്നു. വരോ? തത്തമ്മയുടെ കണ്ണുകളിൽ അത്ഭുതമോ അമ്പരപ്പോ ആശ്ചര്യമോ അങ്ങനെ എന്തൊക്കെയോ വേർതിരിച്ചറിയാനാവാത്ത ഭാവങ്ങൾ നിറഞ്ഞു. വരട്ടെ? അവളെ കളിപ്പിക്കുവാൻ എന്നവണ്ണം മഹർഷി രഹസ്യം പോലെ ചോദിച്ചുപോയി. വായോ? പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പെണ്ണ് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത്. അമ്മയും മോളും അച്ഛയും കൂടെ ഒരുമിച്ച് പോണ്ടോ? അവൻ ഉറപ്പ് നൽകിയതും ആദിയുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് 5-6 ഉമ്മകൾ ചെക്കൻ്റെ കവിളിൽ തത്ത വെച്ചു കൊടുത്തു. ആദിയേട്ടാ. അപ്പോഴാണ് ദേവിക അങ്ങോട്ടേക്ക് കയറി ചെന്നത്. അതും കയ്യിലൊരു ചായ ട്രേയുമായി. രാവിലെ താൻ കിസ്സടിച്ചതിൻ്റെ ഒരു ചമ്മലോ വെപ്രാളമോ ഒന്നും ആ മുഖത്തില്ലെന്ന് ആദിയപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അയ്യോ, സമയം ഒരുപാടായോ? ആദിയുടെ കണ്ണുകൾ പൊടുന്നനെ ചുവരിലെ ക്ലോക്കിലേക്ക് നീങ്ങിയത്. സമയം 5:30 എന്ന് കണ്ടതും അവനൊന്ന് നെടുവീർപ്പോടെ ദേവികയെ നോക്കി. ചായ. തനിക്ക് നേരെ ചായക്കപ്പ് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ മഹർഷി ആപാത ചൂട് ഒന്ന് ഒഴിഞ്ഞു നോക്കി. എന്നിട്ട് പ്രസരിപ്പോടെ കുറുമ്പോടെ ചിരിയോടെയാണ് പെണ്ണിൻ്റെ നിൽപ്പ് പോലും. ഇത്തിരി മുൻപ് നീലിമയോട് സംസാരിച്ച ദേവികയിൽ നിന്നും വേറിട്ട ഭാവം. ഇവള് നന്നായോ ഇനി? ദേവികയുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങിയ ആദിയുടെ ചിന്തകൾ പോയത് അങ്ങനെയായിരുന്നു. ഏയ്, ഇത്ര പെട്ടെന്നൊന്നും നന്നാവാനുള്ള സാധ്യതയില്ല. അങ്ങനെ ആവാനായിരുന്നെങ്കിൽ എപ്പോഴേ ആവേണ്ടതായിരുന്നു. മനസ്സിൽ വന്ന നല്ല ചിന്തകളെ അവൻ അപ്പോൾ തന്നെ കുഴിയെടുത്ത് അതിലേക്കിട്ട് മൂടി. ആദ്യേട്ടൻ ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? കുഞ്ഞിപ്പെണ്ണ് പുതച്ച കംഫർട്ട് മടക്കി വെക്കുന്നതിനിടയിൽ
അവൾ വീണ്ടും ചോദിച്ചു. ഇല്ല, എന്തേ, പോണോ? ചായ ഒരിർക്ക് കുടിച്ചിട്ട് അവനത് തൊട്ടരികിലായി കിടന്ന ഒരു സ്റ്റൂളിലേക്ക് വെച്ചു. ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. നാളെ സ്കൂൾ തുറപ്പല്ലേ? മടക്കിയ ബ്ലാങ്കറ്റ് കട്ടിലിൻ്റെ കാൽക്കളായി വെച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു. കോളം പൂർത്തിയാക്കുവാൻ വേണ്ടി അടുത്ത ആൾ അപ്പോഴേക്കും മുറിയിലേക്ക് കടന്നു വന്നു. ഫ്രൂട്ടി. പപ്പിക്കുട്ടി ബെഡിലേക്ക് ചാടിക്കയറുന്ന മുൻപേ തന്നെ തത്തമ്മ അവൾക്കരികിലായി ചാടി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഓടുന്നു, പിടിക്കുന്നു. ആകെ കളിമയം. തത്തേ. ശാസനയോടെ ദേവികയുടെ വിളി ചെന്നതും നാവ് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ഇറങ്ങി മുറിക്ക് പുറത്തേക്ക് ഓടി. പിന്നിലായി ആ പപ്പിക്കുഞ്ഞും. കുറച്ചു നേരം പമ്മി പമ്മി അവിടെ നിന്നതിന് ശേഷം ദേവിക പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്തെ മഴ അപ്പോഴും തോർന്നിട്ടില്ല. ചന്നം പിന്നെ എന്ന് പറഞ്ഞ് ചാറ്റൽ മഴയായിട്ട് പെയ്യുകയാണ്. ഒരുപാട് നേരം കൈവരിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ തണുപ്പടിച്ച് കയറുന്നത് കൊണ്ടാവാം ദേവിക പോയി ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിലേക്ക് പോയിരുന്നത്. എന്തേ എൻ്റെ ഭാര്യയ്ക്കൊരു മൗനം, അതും പതിവില്ലാത്തത്? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ആദ്യം അവൾക്കരികിലേക്ക് നടന്നു ചെന്നതും സെറ്റിയിലായി അവളുടെ പക്കൽ ഇരുന്നതുമെല്ലാം. ഏയ്, എനിക്കെന്ത് മൗനം? ആദ്യം എന്നെ തോന്നുന്നതാ. അവളിൽ പതറിച്ചോളവായി. കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താണെങ്കിലും പറ ടീച്ചറെ, പരിഹാരമില്ലാത്ത കാര്യങ്ങളുണ്ടോ? സെറ്റിയുടെ പിന്നിലൂടെ കൈ നീട്ടി വെച്ചുകൊണ്ട് അവൻ ഇടംകാലിന് മുകളിൽ കാല് കയറ്റി വെച്ചു. അത് പിന്നെ എനിക്ക്... ഒരു തുറന്നു പറച്ചിലിനായി ദേവിക ഒരുങ്ങിയെങ്കിലും വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തടഞ്ഞിരുന്നു. ആദ്യം അവളെ തന്നെ കുറേ നേരം ശ്രദ്ധിച്ചു. അവളിൽ നിന്ന് അനക്കമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് തോന്നിയതും സെറ്റിയുടെ മുകളിലായി നീട്ടി വെച്ചിരിക്കുന്ന കൈ താഴ്ത്തി ദേവികയുടെ ചുമലിലൂടെ ഇട്ടു ആദി. പെണ്ണവൾ പരിഭ്രമിച്ചില്ല, വെപ്രാളപ്പെട്ടില്ല. പകരം അവനിലെ ചൂടിലേക്ക് പമ്മിയിരുന്നു. എന്നോടല്ലേ? ഞാനല്ലേ? അവളുടെ ചെവിയോരം പതിഞ്ഞ ആദിയുടെ ചോദ്യത്തിന് പതിവില്ലാത്ത ആർദ്രതയായിരുന്നു. അവളെ കിക്കിളി കൂട്ടാൻ പോന്നത്. ആദിയേട്ടാ, ഞാൻ... അപ്പോഴും പെണ്ണവൾ വാക്കുകളെ പെറുക്കിക്കൂട്ടി. ഞാനല്ലാതെ എൻ്റെ ടീച്ചറിനെ കേൾക്കാൻ വേറെ ആരാ ഉള്ളേ? ചെക്കൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അറിഞ്ഞ ആദിയേട്ടൻ എന്നെ വെറുക്കോ? കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളിൽ നിന്നും ചോദ്യം എത്തി. ഒരിക്കലുമില്ല. ഞാനങ്ങനെ ചെയ്യുമോ? എൻ്റെ ദേവിയോടെന്നുള്ള മറുചോദ്യമാണ് ചോദിക്കുവാൻ തോന്നിയെങ്കിലും ആദ്യം അത് സ്വയം ഉള്ളിലൊതുക്കി. എന്നെ അറപ്പായിട്ട് മാറ്റി നിർത്തോ? ഇത്തവണ പെണ്ണിൻ്റെ കണ്ണിൽ നീര് പൊടിഞ്ഞു. ഇല്ല എൻ്റെ ദേവി. ഉള്ളിലുള്ള കാര്യങ്ങൾ അവളായിട്ട് തന്നെ പറയട്ടെ എന്ന് ആദി വിചാരിച്ചു. എന്നോട് സഹതാപം കാട്ടുവോ? അപ്പോഴേക്കും അടുത്ത ചോദ്യവും വന്നിരുന്നു. അതും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട്. എൻ്റെ ദേവിക്ക് ദേവിയുടെ ആദിയേട്ടനെ അറിയില്ലേ? അവളുടെ കണ്ണുനീർ നെഞ്ചകം പൊള്ളിച്ചതും മഹർഷിക്ക് ചോദിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അറിയാം, പക്ഷെ പേടിയാ എനിക്ക് ആദിയേട്ടാ. ഈങ്ങലടിച്ചുകൊണ്ട് ദേവിക വിതുമ്പി. എന്തിനാടി? ചുവന്ന് കലങ്ങിയ കണ്ണുകളെ അമർത്തി തുടഞ്ഞുകൊണ്ട് അവൻ ആ പെണ്ണിനെ കെട്ടിപ്പുണർന്നു. എനിക്കിനി എൻ്റെ ആദിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്തോണ്ട്. പെറുക്കിക്കൂട്ടി പറയുന്ന വാക്കുകൾ കേട്ടതും സ്വർഗം കയ്യിൽ കിട്ടിയ സന്തോഷമായിരുന്നു ആദിക്കപ്പോൾ. ആദ്യമായിട്ടാണ് ദേവികയുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയൊരു തുറന്ന സംസാരം. അതും തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, തൻ്റെ നെഞ്ചിൽ തല ചേർത്ത് പിടിച്ചുകൊണ്ട്. അത്രമേൽ നെഞ്ചു വെട്ടുന്ന വേദനയോടാണ് പെണ്ണവൾ പറഞ്ഞത്. ഇനി അങ്ങ് മരിച്ചാലും വേണ്ടില്ല എന്ന അവസ്ഥയായിരുന്നു ആദിക്കപ്പോൾ. ഈ ലോകം ഇനി അന്തമായി പോയാലും വേണ്ടില്ല എന്നൊരു ഭാവം. കാരണം ദേവികയുടെ വാക്കുകൾ മഹർഷിയുടെ കാതും കഴിഞ്ഞ് അവൻ്റെ ഹൃദയത്തിൽ ചെന്നാണ് തണുപ്പ് പടർത്തിയത്. അതിൻ്റെ ഫലമായി അവൻ ആ പെണ്ണിനെ ഇരു കൈകൾ കൊണ്ട് അമർത്തി പുണർന്നു. ചുണ്ടുകൾ അവളുടെ നെറുകയിൽ ഇടതടവില്ലാതെ പല പ്രാവശ്യം തൊട്ടുരുമ്മി. എനിക്കും എൻ്റെ ദേവിയില്ലാതെ ഇനി പറ്റില്ലാട്ടോ. മുഖം ഇത്തിരി താഴ്ത്തി പെണ്ണിൻ്റെ കാതോരം മെല്ലെ പറയുമ്പോൾ ആദിയുടെ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞിരുന്നു. ആ എന്ന് മൂളിക്കൊണ്ട് ഒന്നും കൂടി ദേഹത്തേക്ക് പറ്റിച്ചേർന്ന പെണ്ണിനെ ഞെക്കി പൊട്ടിക്കാൻ ആ നിമിഷം അവന് തോന്നിപ്പോയി. നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി. ഇതിനിടയിൽ ഇരുവരുടെയും നിശബ്ദതയെ ഭേദിച്ച് മുറ്റത്ത് പെയ്യുന്ന മഴയുടെ ചന്നം പിന്നം ശബ്ദങ്ങൾ മാത്രം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. എന്താ നീ എന്നോട് ഇത്തിരി മുന്നേ പറയാൻ തുടങ്ങിയേ?
ദേവിക ഇനിയും മൗനം തുടരുന്നത് ശരിയല്ലെന്ന് കണ്ടതും ആദി വളരെ ശാന്തമായി അവളോട് വീണ്ടും സംസാരിക്കുവാനായി ശ്രമിച്ചു. അത് എനിക്ക് അന്ന് സുധി അവൻ്റെ മുഖത്ത് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ദേവിക അങ്ങനെ തന്നെ ഇരുന്നാണ് വീണ്ടും പറയുവാനായി തുടങ്ങിയത്. ആ, ഒരു നല്ല കേൾവിക്കാരനായി അവൻ ഇരുന്നതല്ലാതെ ആദ്യം ഒരു വാക്കുപോലും മറുത്തു പറഞ്ഞില്ല. ദേവിക തൻ്റെ ഉള്ളിലുള്ളതൊക്കെ പെയ്തൊഴിയട്ടെ എന്നൊരു ഭാവമായിരുന്നു അവനിലപ്പോൾ. മഹർഷി തൻ്റെ കയ്യിലുള്ളിലുള്ളവളെ മുഖം അല്പം പിടിച്ചുയർത്തി. നിസ്സഹായതയാണ് ആ മനോഹരമായ മുഖം നിറയെ. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ താൻ അവളെ മാറ്റി നിർത്തുമെന്നുള്ള പേടിയാണ്, ഭയമാണ്. തനിക്കൊരു നല്ല ഭാര്യയാകുവാൻ കഴിയുമോ എന്നുള്ള ആകുലതയും. അവളെ വേവലാതി പറയാതെ തന്നെ ആദിക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അയാൾ എന്നെ വീണ്ടും ആ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വന്നതും അവൾ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു കണ്ണീരോടെ. കരയിക്കുന്ന ഓർമ്മകളാണെങ്കിൽ നീ എന്നോട് പറയേണ്ട ദേവി, എനിക്ക് കേൾക്കണ്ട. നിന്റെ കണ്ണീര് കാണാൻ എനിക്കൊട്ടും ഇഷ്ടമല്ല. പെണ്ണിൽ നിന്നും ചെറിയ രീതിയിലുള്ള വിതുമ്പലുകൾ ഉയർന്നതും അവൻ അവളുടെ പുറം വെറുതെ തിരുമ്മിക്കൊടുത്തു. അല്ല, ഞാൻ പറയാം. വിതുമ്പലുകളോടെ അവൾ വീണ്ടും തുടർന്നതും പെണ്ണിനെ ഇരു കൈകളും കൊണ്ട് എടുത്ത് മടിയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞിരുന്നു. അത് അപ്രതീക്ഷിതമായതിനാലാവാം ദേവി ഒന്ന് അമ്പരന്നു പോയത്. ആദിയേട്ടാ. അത്രമേൽ നേർത്തൊരു വിളി അവളുടെ ചുണ്ടുകളിൽ നിന്നും പുറത്തേക്ക് വീണു. പെണ്ണിൻ്റെ ചുവപ്പ് നിറം കലർന്നത് ചൊടികൾക്ക് മുകളിൽ ആദ്യം മെല്ലെ ഒന്ന് തൊട്ടു. അവനെന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി ദേവിക ഒട്ടൊരു പരവേശത്തോടെ അവൻ്റെ മടിയിലായി ഇരുന്നുകൊണ്ട് മിടിയിറക്കി. ഇതാണോ നീ എന്നോട് പറയാൻ വേണ്ടി പോണത്? ഇടം കൈകൊണ്ട് പെണ്ണിനെ മുറുക്കെ താങ്ങി പിടിച്ചുകൊണ്ട് വലം കൈകൊണ്ട് അവളുടെ സ്ലിറ്റ് മുകളിലേക്ക് ഉയർത്തി എന്നിട്ട് ചൂണ്ടുവിരലുകൊണ്ട് ഒരു വട്ടം വരച്ചു. ആദിയേട്ടാ. അവൻ്റെ ആ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ദേവിക ഞെട്ടിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണുകൾ മിഴിച്ച് ആദിയുടെ മുഖത്തേക്ക് ഒരു നിമിഷം ഉറ്റുനോക്കിയവൾ. ആണോന്ന്? അവൻ്റെ ശബ്ദം ഇത്തവണ ഉച്ചത്തിലായിരുന്നു. ദേവിക അപ്പോഴും ഒരു ശില പോലെ അവൻ്റെ മടിയിലിരുന്നതല്ലാതെ അതിനുള്ള മറുപടി കൊടുത്തില്ല. കാരണം ആദ്യ തീർത്ത ഞെട്ടലിൽ നിന്നും ഇതുവരെ ആ പാവം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് എങ്ങനെ ആദ്യേട്ടനറിയാം? ഏട്ടൻ ഇത് കാണാതെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ അമ്മയോട് പോലും ഒരിക്കൽ എപ്പോഴോ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു വട്ടം പോലും ഈ പാടുകൾ കാട്ടിക്കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഏട്ടൻ ഇത്ര ഉറപ്പോടെ പറയണമെങ്കിൽ ആദ്യേട്ടൻ മുൻപെപ്പോഴോ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലേ അർത്ഥം. എപ്പോ? എങ്ങനെ? അവളിൽ വീണ്ടും ചിന്തകൾ ഉണർന്നു. പറദേവി, ഇത് കാണുമ്പോൾ ഞാൻ നിന്നെ ഇട്ടേച്ചു പോകുമെന്നുള്ള ഭയമാണോ നിനക്ക്? പെണ്ണിൻ്റെ മുഖം കുനിച്ചുള്ള ഇരിപ്പ് കണ്ടപ്പോഴേക്കും ഉള്ളിൽ ദേഷ്യം നിറയുന്നുണ്ടായിരുന്നെങ്കിലും അവനതിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. അറിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വയ്ക്കുവാൻ ആദിക്ക് എന്തുകൊണ്ടോ അപ്പോൾ തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം. പറദേവി, ഇതാണോ കാരണം? അവളുടെ മിണ്ടാതെയുള്ള ഇരിപ്പ് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ചെക്കൻ ഇത്തിരി ഒച്ചയെടുത്ത് തന്നെയാണ് ഇത്തവണ ദേവികയോട് തിരക്കിയത്. ആ. പെട്ടെന്നുള്ള മഹർഷിയുടെ ദേഷ്യഭാവം കണ്ടതും പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് അവൾ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കിപ്പോയി. അങ്ങനെ ഒരുത്തനാണ് കാവുമ്പാട്ടെ ആദിദേവെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയോ? ചോദ്യം പെണ്ണുകളിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെയായിരുന്നു. ഒരിക്കലുമില്ല. ഒരു നിമിഷം പോലും ആലസ്യം ചെയ്യാതെ അവൾ ചാടിക്കയറി ഉത്തരം പറഞ്ഞു. പിന്നെ എന്തായിരുന്നു നിന്റെ പ്രശ്നം? അകറ്റി നിർത്തുമെന്നല്ലേ നീ എന്നോട് ചോദിച്ചത്? അങ്ങനെ ഇട്ടിട്ട് പോകാനാണോ നിന്റെ കഴുത്തിൽ ഞാനിത് കെട്ടിത്തന്നത്? ചുരിദാറിന് മുകളിലൂടെ കിടന്ന താലിമാലയിലെ താലി മുകളിലേക്ക് ഇത്തിരി ഉയർത്തി കാട്ടിക്കൊണ്ട് അവൻ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ആഹാ. നിഷേധാർത്ഥത്തിൽ പെണ്ണ് കണ്ണീരോടെ തലയാട്ടി. അങ്ങനെ സഹതാപം തോന്നുന്നവനാണെങ്കിൽ നിന്നെ ഞാൻ എന്തിനാടി കൂടെ കൂട്ടിയത്? കല്യാണത്തിന് മുമ്പ് ഇത് കണ്ടപ്പോൾ തന്നെ നിന്നെ ഞാൻ കെട്ടാണ്ടിരുന്നാൽ പോരായിരുന്നോ? താലിമാലയിൽ നിന്നുമുള്ള പിടിവിട്ടിട്ട് ചെക്കൻ പുറത്തെ മഴയിലേക്ക് മുഖം വെട്ടിച്ച് നോക്കിയിരുന്നു ദേഷ്യത്തോടെ. അവൻ്റെ ആ വാക്കുകൾ ഒട്ടൊരു അമ്പരപ്പോടുകൂടിയാണ് ദേവിക കേട്ടുകൊണ്ടിരുന്നത്. കല്യാണത്തിന് മുമ്പേ തന്നെ ആദ്യേട്ടൻ കണ്ടിരുന്നുവെന്ന്. പക്ഷെ എങ്ങനെ? എപ്പോ? അതിന് മാത്രം അവൾക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ്റെ ആ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് ദേവിയ്ക്കൊരു ഊഹവും ഇല്ലായിരുന്നു. ആദ്യേട്ടാ. മുഖം കറുപ്പിച്ച് എങ്ങോട്ടേക്ക് നോട്ടം പായിച്ചു കൊണ്ടിരുന്നവനെ ദേവിക ഒട്ടൊരു വല്ലായ്മയോടെ വിളിച്ചു. എന്താ? പരുഷമായി തന്നെയാണ് ആദ്യ വിളി കേട്ടതെങ്കിലും
ദേവിക്ക് ഇത്തണ അവനിൽ പേടി തോന്നിയിരുന്നില്ല. ഞാൻ എന്നോട് ക്ഷമിക്കോ? കണ്ണുകൾ നിറച്ചുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് നോട്ടം നോക്കിയിരിക്കുന്നവളെ കണ്ടപ്പോൾ ഒരുപാട് സമയമൊന്നും ദേഷ്യത്തോടെ ഇരിക്കാനും ആദിക്ക് കഴിഞ്ഞില്ല. എന്തിന്? ചിരി വന്നുവെങ്കിലും ചെക്കൻ വെറുതെ ആ പെണ്ണോട് ചോദിച്ചു. ഞാൻ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ച് ആദ്യം എന്നെ ദേഷ്യം പിടിപ്പിച്ചില്ലേ? അവൻ്റെ നെഞ്ചിലേക്ക് പെണ്ണ് വീണ്ടും നെറ്റിമുട്ടിച്ചു. പിടിപ്പിച്ചു. പക്ഷെ അതിനുള്ളത് ഞാൻ പിന്നീട് തന്നോളാം കേട്ടോ. ഒരിക്കൽ കൂടി ദേവികയെ തന്നിലേക്ക് പൊടിഞ്ഞു പിടിക്കുമ്പോൾ അവൻ്റെ മനസ്സും തിരമാലകൾ പോലെ ഒഴിഞ്ഞ കടൽ പോലെ ശാന്തമായിരുന്നു. ഉടനെ മുറിയിലേക്ക് വന്ന തത്തയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ദേവിക ആദിയുടെ കൈക്കുള്ളിൽ നിന്നും പിടഞ്ഞെഴുന്നേൽക്കുവാനായി തുനിഞ്ഞത്. എങ്ങോട്ടാ പോണേ? ഇവിടെ ഇരി. പിള്ളേരവരുടെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കണ്ടാടി വളരണത്. എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ ചെക്കൻ മടിയിലേക്ക് തന്നെ പിടിച്ചിരുത്തി കളഞ്ഞു.